എന്താ സൽമത്ത? എന്താ കരയണേ? ഏ ഞാൻ കരയണൊന്നുമില്ല, അനക്ക് തോന്നണതാ. നിക്ക് തോന്നണതാണെന്നോ? എന്നിട്ടാണ് കണ്ണൊക്കെ പാടിയാതെ കലങ്ങിയിരിക്കണത്? വെറുതെ മുഖത്തൊക്കെ കള്ളം പറയല്ലേ സൽമത്ത. എന്താ കാര്യം? ഒന്ന് പതുക്കെ പറയേണ്ടതില്ലോ, കാക്ക എങ്ങാനും കേൾക്കൂ. കാക്ക കേൾക്കുന്നാ? എന്താ സൽമത്ത, എന്തേലും പ്രശ്നമുണ്ടാ? ഇജിപ്പടെ നിന്നിട്ട് ഒന്ന് പറയും ചോദിക്കും ചെയ്യലേണ്ടതില്ലോ. കാക്ക എങ്ങാനും കേട്ടാ പിന്നെ അത് മതി. ഇജോട്ട് വന്ന സൽമത്ത, ദയവ് ചെയ്തിട്ട് ചൊച്ച ഉണ്ടാക്കലേണ്ടതില്ലോ. ഇജ വാതിലടച്ചിട്ട് അങ്ങോട്ട് വന്ന. വാതിലടക്കാനോ? എന്താ സൽമത്ത, എന്താ കാര്യം? ഇതിപ്പോ 2-3 ദിവസമായല്ലോ ഞാൻ ശ്രദ്ധിക്കണേ. നിങ്ങൾ മാറി നിന്നിട്ടുള്ള കരച്ചിലും ആലോചനയും ഒക്കെ. നിങ്ങൾക്ക് മാത്രല്ല, റിയക്കും എന്തൊക്കെയോ മാറ്റമുണ്ട്. എന്താ സൽമാത്ത കാര്യം? സൽമാത്ത, നിങ്ങളോടാ ഞാൻ ചോദിക്കണത്. നിങ്ങൾ ഇനിയും കൂടി ടെൻഷൻ ആക്കാണ്ടിട്ടുള്ള കാര്യം എന്താ വെച്ചാ പറയേ. നിങ്ങളും റിയും കാര്യമായിട്ട് ഞങ്ങളിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാ. ഇനി ഒളിഞ്ഞു മാറാൻ നോക്കണ്ട സൽമാത്ത. കാര്യം എന്താ വെച്ചാ പറയും. അത് പിന്നെ തില്ലോ, റിയമോൾക്ക് എന്താ സൽമാത്ത? റിയക്ക് എന്താ പ്രശ്നം? അത് പിന്നെ നമ്മളന്ന് റിയമോളോട് കാക്കാൻ്റെ അസുഖങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എന്താ റിയ, എന്തിനാ ഇങ്ങനെ കഴിയണത്? എമ്മ, ഞാൻ എൻ്റെ ഉമ്മാനോടൊരു കാര്യം ചോദിച്ചോട്ടെ? അതിനെന്താ, ചോദിച്ചോ. നാളത്തെ പെണ്ണാണല് വേണമെന്ന് നിർബന്ധമാണ് അമ്മ. എനിക്ക് ഈ കല്യാണത്തിന് പറ്റൂലമ്മ. ഞാൻ വേറെ ഒരാൾക്ക് വാക്ക് കൊടുത്തു പോയി. എനിക്ക് വേറെ ഒരാളെ ഇഷ്ടമാണ്. ഇജെന്താ പറഞ്ഞത്? ഇജ് വേറൊരാൾക്ക് വാക്ക് കൊടുത്തു പോയിന്നാ? ഇതിനാണോ ഇവിടെ വരുമ്പോട്ടോളെ അന്ന് ഞങ്ങൾ പഠിക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞതൊന്ന് കേക്ക്. ഞാൻ പറഞ്ഞത് കേട്ടതിന് ശേഷം ഇമ്മ വേണമെങ്കിൽ തല്ലിക്കൊള്ളി എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാൻ പറഞ്ഞതൊന്ന് മനസ്സിലാക്കുന്നത്. ഇമ്മ കരുതും പോലെ ഞാൻ വഴി തെറ്റിപ്പോവേ, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യേ ഒന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യൂല. ഒരാളോട് ആദ്യമായിട്ട് തോന്നിയൊരിഷ്ടം, അത് ആ ആളെന്നോട് തുറന്നു പറഞ്ഞപ്പോ മറുത്തൊന്നും പറയാൻ വേണ്ടി തോന്നിയില്ല. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ല. ആൾക്ക് ഞാൻ വാക്ക് കൊടുത്തു പോയിമ്മ. ആരറിയ? ആരാള്? അജുക്ക. അമ്മാന്റെ ഇപ്പൊ ആ കുട്ടികളോട് എന്താ പറയാ? ഓരോ മുഖത്തെങ്ങനെ നോക്കാന്നൊക്കെയുള്ള ബേജാറുണ്ട്. ഓൾക്ക് കോളേജിൽ പോവാൻ പോലും പറ്റണില്ല എന്നാ പറയണത്. എന്തൊക്കെയാ സൽമാത്ത ഈ കേൾക്കണത്? ഇങ്ങക്ക് തീരെ ബുദ്ധിയില്ലേ? സൽമാത്ത ഈ ലോകത്തൊന്നുമല്ല ജീവിക്കണത്. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞ കുട്ടിക്കളിയാണെന്ന സൽമാത്തന്റെ വിചാരം? ഞങ്ങൾക്കൊക്കെ ഓരോരോ ഉപദേശങ്ങൾ തരുന്ന സൽമാത്താക്ക് സ്വന്തം മോളെ കാര്യത്തിൽ എങ്ങനെ ഇത്ര വലിയ തെറ്റുപറ്റിയത്? ഇതിലും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് പറഞ്ഞേ? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതും ചെയ്തതൊക്കെ ഓളെ നല്ലതിന് വേണ്ടിട്ടല്ലേ? നല്ലത്? എന്ത് നല്ലതെന്ന് സൽമാത്ത? ഇഷ്ടപ്പെടാത്തൊരു കല്യാണം നിർബന്ധിച്ച് നടത്തിയിട്ട് ഓളെ സന്തോഷം ഇല്ലാണ്ടാക്കണതാണോ സൽമാത്ത ഓൾക്ക് വേണ്ടി ചെയ്യാൻ പോണ നല്ലത്? ഇജ് എന്തൊക്കെയതില്ലോ ഈ പറഞ്ഞത്? ഇന്റെ കുട്ടിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ ഇപ്പൊ വന്നിട്ടുള്ളത്? ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഓളെ ഇഷ്ടത്തിന് കൂട്ടുനിന്ന് ഞാനിപ്പോ
വന്ന നല്ല കാര്യം വേണ്ടാന്ന് വെക്കണം എന്നാണോ ഇജി പറഞ്ഞത്? സൽമാത്ത എന്ത് വിവരക്കേടായി പറഞ്ഞത്? ഇത് സൽമാത്തയുടെ മാത്രം കാര്യമാണോ? അല്ലെങ്കിലും സൽമാത്തയുടെ മാത്രം പ്രശ്നമല്ല, ഒട്ടുമിക്ക രക്ഷിതാക്കൾക്കും ആകെ ഒരു പ്രശ്നം അതാണ്. മക്കൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ആരോടെങ്കിലും ഇഷ്ടമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാല് വേഗം പിടിച്ച് പൊടിയാലെ ഓലെ വേറെ ആരൊക്കെണ്ടെങ്കിലും പിടിച്ചണ്ട് കെട്ടിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുന്ന. ഇതുപോലെ പെൺകുട്ടികളെ സമ്മതം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ചോദിക്കാണ്ട് നിർബന്ധിച്ചിട്ടും സമ്മതിപ്പിച്ചിട്ടും കെട്ടിച്ചയക്കണ ഒരുപാട് പെൺകുട്ടികളുണ്ട് സൽമാത്ത. അവരൊക്കെ പിന്നീട് സന്തോഷത്തോടെയാണ് ജീവിക്കണമെന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? ഓളൊരാളെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് വേണ്ടാത്ത തെറ്റൊന്നും ചെയ്തില്ലല്ലോ സൽമാത്ത. ഒരു കല്യാണക്കാര്യം വന്ന സമയത്ത് ഓളെ ഇഷ്ടങ്ങളൊക്കെ സൽമാത്താനോടന്നെയല്ലേ തുറന്നു പറഞ്ഞത്. പിന്നെ പെൺകുട്ടികള് വേറെ ആരോടെ പോലെ ഇഷ്ടങ്ങൾ പറയാ? നോക്ക് സൽമാത്താക്ക് അറിയാലോ ഇന്ത്യ ആദ്യയുടെയും കാര്യം. ഞങ്ങളെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്ന സമയത്ത് ഇനി ഇതുപോലെ നിർബന്ധിച്ച് അവര് വേറൊരു കല്യാണം കഴിപ്പിച്ച് അയച്ചിരുന്നെങ്കിൽ പിന്നീടുള്ള കാലം മൊത്തം ആദ്യം മറന്ന് ആ ആളെ കൂടെ ആ വീട്ടില് നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നെന്ന് സൽമാത്താക്ക് തോന്നുന്നുണ്ടോ? അത്രക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എൻ്റെ തിലു. കാക്കാന്റെ കാര്യം അനക്കറിയണതല്ലേ. ഇങ്ങനൊരു കല്യാണക്കാര്യം വന്നപ്പോൾ കാക്കാന്റെ ആ ആഗ്രഹം നടന്നു കിട്ടുകയാണിച്ച അതല്ല ആ മനുഷ്യന് ഏറ്റവും വലിയ സന്തോഷം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ആലോചിച്ച് കൂട്ടിട്ടില്ല. അനക്കറിയാലോ കാക്കാന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് റിയമ്മളെ കല്യാണം നടന്ന് കാണാന്നുള്ളത്. ഈ ഒരു കാര്യം വന്നപ്പോ കാക്കാന്റെ സന്തോഷം എത്രത്തോളാന്നുള്ളത് ഞാൻ നന്നായി മനസ്സിലാക്കിയതാണ് ദിലോ. ഈ ഒരു കല്യാണത്തിന് റിയ സമ്മതം മൂളിക്കഴിഞ്ഞപ്പോ ആ മനുഷ്യന്റെ മുഖത്തെ സന്തോഷം നേരിട്ട് കണ്ടോളാം ഞാൻ. അങ്ങനെ ഉണ്ടപ്പോ ആ സന്തോഷം നിലനിർത്തണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. കാക്കാടെ സന്തോഷം മാത്രം മതിയോ സൽമാത്ത? ഇഷ്ടപ്പെടാത്ത ഒരാളെ കല്യാണം കഴിച്ച് ആജീവനാന്തം മുഴുവനും ആ ആളെ കൂടെ ജീവിച്ച് തീർക്കണ റിയമോളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഓളെ സന്തോഷത്തിനെ പറ്റി സൽമാത്ത ഒന്ന് ആലോചിച്ച് നോക്ക്. ഓൾക്കൊരു പയ്യനോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ കാര്യം നല്ലതാണോ ചീത്തതാണോ എന്നെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ടൊക്കെ പോരായിരുന്നാ ഈ പെണ്ണ് കാണലും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കലും ഒക്കെ. ഇതിപ്പോ ഇച്ച് കരുതും പോലെ ഒന്നല്ലതില്ലോ. അനക്ക് ആ കുട്ടികളെ കുറിച്ച് അധികമൊന്നും അറിയാത്തതുകൊണ്ടാ ഇജിപ്പ് ഇങ്ങനെ പറഞ്ഞത്. സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ല ആ കുട്ടികൾക്ക്. ആ രണ്ട് കുട്ടികളും ഓലമ്മയും ഇപ്പൊ നിൽക്കണത് തന്നെ ഒരു വാടക വീട്ടിലാണ്. ഇപ്പൊ മരിച്ചതിന് ശേഷം ആ കുടുംബത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം ഈ അജു എന്ന് പറഞ്ഞ കുട്ടിയുടെ തലയിലാണ്. അന്നാന്ന് ജീവിക്കാനും പഠിക്കാനും തന്നെ ആ കുട്ടി കോളേജ് കഴിഞ്ഞ് പോയി എന്തെങ്കിലുമൊക്കെ പണിയും കാര്യങ്ങളും ചെയ്തിട്ട് വേണം നടക്കാൻ. അങ്ങനെയുള്ള ആ പേരേക്ക് നമ്മളെ റിയമോളെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരു ഉമ്മ എന്നുള്ള നിലക്ക് സ്വന്തം മോളെ കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടതുകൊണ്ടാ നിക്കിപ്പോ ഓളെ ഇഷ്ടത്തിന് കൂട്ടു നിൽക്കാൻ പറ്റാത്തതില്ലോ. നിക്ക് മാത്രല്ല ഈ കാര്യത്തെ പറ്റി കാക്ക അറിഞ്ഞാലും ആ മനുഷ്യ ഒരിക്കലും ഇല്ലാണ്ടാവുക എന്നല്ലാണ്ട് ഈ ഒരു കാര്യം ഓൾക്ക് നടത്തി കൊടുക്കൂല. അത് ഓളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഓളെ മനസ്സിലാക്കാഞ്ഞിട്ടോ ഒന്നുമില്ല. ഓളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാ. അനക്കറിയാലോ കാലം ചെറുപ്പത്തിലെ ഈ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജീവിച്ചു തുടങ്ങിയതാ കാക്ക. ഞങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷം പോലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതത്തിനിടക്ക് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലൊന്ന് സമാധാനത്തോടെ കൂടാന്ന് വിചാരിച്ചപ്പോ ഇതാ ഇപ്പൊ ഇങ്ങനെയായി. എന്റെ കാക്കാന്റെ അവസ്ഥ എന്റെ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നുള്ളത് ആഗ്രഹിച്ചു പോയതുകൊണ്ടാ ഞാനിപ്പോ ഈ അജു എന്ന് പറഞ്ഞ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്ങാണ്ട്
റിയമോളോട് ഈ കാര്യം വേണ്ടെന്ന് അത്രക്ക് വാശി പിടിക്കണത് ദിലു. ഇപ്പൊ വന്ന ഈ കാര്യം എന്തുകൊണ്ട് നല്ലതാണ് നിങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ചെന്നാ എന്റെ കുട്ടികളും സന്തോഷത്തിൽ ജീവിക്കുന്നത് കാണുമെങ്കിലും ചെയ്യാലോ എനിക്കും കാക്കാക്കും. എന്റെ അവസ്ഥ എന്റെ കുട്ടിക്ക് ഉണ്ടായിക്കൂടാ. സൽമാത്ത് പറഞ്ഞതൊക്കെ ശരിയാ. ഒരു ഉമ്മാന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ സ്വന്തം മകള് എല്ലാവിധ സന്തോഷം സുഖമുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെല്ലണം എന്നായിരിക്കും ഓരോ ഉമ്മാരും ആഗ്രഹിക്കുന്നുണ്ടാവുക. പക്ഷെ ആ സന്തോഷം സുഖം എന്നൊക്കെ പറഞ്ഞാൽ പുറമെന്ന് കാണുന്ന കാഴ്ചയിൽ മാത്രമല്ലല്ലോ സൽമാത്ത, ജീവിക്കുന്ന ആളെ മനസ്സിലും കൂടി വേണ്ടേ? കാക്കാനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണക്കായി നല്ലത് കാര്യങ്ങളൊക്കെ ഒന്ന് കാക്കാനോട് തുറന്ന് പറഞ്ഞു നോക്കണതല്ലേ. കാക്കാട് ഇപ്പത്തെ ഈ അവസ്ഥയില് ഈ കാര്യം കൂടി ആ മനുഷ്യനറിഞ്ഞ അതിന്റെ BP കൂടി ആ കിടങ്ങറായി പോവും. സർജറിക്ക് മുന്നേ BP കൂടി കഴിഞ്ഞാൽ അവസ്ഥ എന്താന്ന് എനിക്കും അറിയണതല്ലേ. അതും നേരാണല്ലോ റബ്ബേ, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ മനുഷ്യനെ ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിതം മകൾക്ക് കിട്ടാൻ പോണിന്റെ സന്തോഷത്തിൽ നടക്കതിരു ആ പാവം. അങ്ങനെയുള്ള ആളോട് ഞാൻ എങ്ങനെയാണ് ഇപ്പൊ ഈ കാര്യം പറയാ? ഇങ്ങനെ കരയില്ല സൽമാത്ത. ഇത്രയൊക്കെ ടെൻഷൻ തലയിൽ വെച്ച് നടന്നിട്ടാണോ ഒരാളോട് പോലും ഒന്നും പറയാണ്ടിരുന്നത്? സൽമാത്താക്ക് ഇന്നോടെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം മുതലേ പറയാറുന്നില്ലേ? റീ എന്നോട് അജുവിനെ കുറിച്ച് പറഞ്ഞ അന്ന് തന്നെ അന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി എൻ്റെ റൂമിലേക്ക് വന്നിരുന്നു ഞാന്. പക്ഷേ ഇനിയിപ്പോ ഓരോരുത്തരായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞ് കാക്കാട് ചെവിയിലെങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് എന്തെങ്കിലും പറ്റിപ്പോവോ എന്നുള്ള വേചാറുണ്ടാ ഞാൻ ആരോടും പറയാണ്ട് ഒളിച്ചു വെച്ച് നടന്നിരുന്നത്. നമ്മളൊന്ന് റിയനോട് കാക്കാന്റെ അസുഖത്തിന്റെ മറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു ഷോക്കില ഓള് പിറ്റേ ദിവസം വന്ന് നമ്മളോട് ഈ കല്യാണത്തിന് സമ്മതാണെന്നൊക്കെ പറഞ്ഞത്. ആ ഒരു ഉറപ്പില്ല കാക്ക ഓരോട് വാക്ക് കൊടുത്തതും ഈ പെണ്ണ് കാണല് നടത്തിയതും കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിയതും ഒക്കെ ഈ പേരില് BP കൂടി ആ മനുഷ്യനെ എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ ഞാൻ അല്ല, അപ്പൊ ഓള് അജുനെ മറക്കാൻ പറ്റൂലെന്നും ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്നൊക്കെ വിട്ടു പറഞ്ഞ സൽമാത്താനോട്? ജീവൻ പോയാലോ അങ്ങനെ ഒരിക്കലും എന്റെ കുട്ടി പറയില്ലതില്ലോ. അത്രത്തോളാണ് എന്റെ കുട്ടിക്ക് ഓളപ്പാനോടുള്ള സ്നേഹം. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ പെട്ടുപോയത് ഇപ്പൊ ഞാനാ. ഒരു ഭാഗത്തിന്റെ കുട്ടി, ഒരു ഭാഗത്തോളപ്പി. ഈ രണ്ടാളെ സ്നേഹത്തിന്റെ ഇടക്ക് ഞാനിതിൽ 6 ഭാഗത്തടി നിൽക്കുക. അതും ശരിയാണ്, 2 ഭാഗവും ചിന്തിക്കാനുണ്ട്. സൽമാത്താനെ തെറ്റു പറയാനും പറ്റൂല. നിങ്ങളിങ്ങനെ ടെൻഷൻ ആവാണ്ടിരിക്കേ. സൽമാത്താക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ ഞാൻ റിയനായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ചേച്ചി സംസാരിച്ചതിലോ അല്ലെങ്കിലും എന്നോട് പറയണക്കായി ഉള്ളു തുറന്ന് ഓട് ചിലപ്പോൾ എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ എൻ്റെ കുട്ടിയുടെ മനസ്സിന് ഒരിച്ചിരി സമാധാനം കിട്ടിയെങ്കിലോ ഇതൊന്ന് പറഞ്ഞു നോക്കോളോട്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഒരു 26-30 മിനിറ്റിലൊക്കെ ആക്കണം എന്ന് വിചാരിച്ചിരുന്ന എപ്പിസോഡാണ്. പക്ഷേ എങ്കിൽ നമുക്ക് അർജൻറ്റായിട്ട് ഒരിടം വരെ പോകാനുള്ള ഒരു ആവശ്യം വന്നപ്പോൾ എനിക്ക് ഇന്നത്തെ ഷൂട്ടോടെ നിർത്തേണ്ടി വന്നിട്ടാണ്. അപ്പോൾ എന്തായാലും പോകാനുള്ള ഒരുക്കത്തിൽ കൂടെ നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളും കൂടി പറയാമല്ലോ എന്ന് വെച്ച്. അപ്പോൾ ഇറിയുടെ ഈ കഥയുടെ എന്താ പറയുക നിർണായക ഘട്ടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ കമൻ്റായിട്ട് പറയാൻ മറക്കരുത് കേട്ടോ. കൂടെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ കഴിഞ്ഞ
പ്രാവശ്യം പറഞ്ഞിരുന്നു 2 ലക്ഷം കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ 2 ലക്ഷം ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള ഇതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടെ മാക്സിമം നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ സ്ഥിരം നമ്മളെ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. സൺസ്ക്രീൻ ആയാലും അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ആയാലും ഒക്കെ കേട്ടോ. അപ്പം ഞാൻ സാധാരണ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാണ് ഈ ഒരു ക്രീമുകളും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിന്ന് ഇതിൻ്റെ പ്രൊമോഷൻ വർക്ക് ഇതിൻ്റെ റിവ്യൂ കാണിക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും അത് വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണിക്കാനുള്ള നേരമില്ല. പിന്നെ അത് ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള ഒരു ടൈമും ഇല്ല. കാരണം നമുക്ക് അർജൻറ്റായിട്ട് ഒരിടം വരെ പോകാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടി ഒരു മീറ്റപ്പ് ഉണ്ട് കേട്ടോ. മീറ്റപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ. അപ്പോൾ ആ ഫംഗ്ഷനിൽ നമ്മളെ സ്റ്റോറിയിലുള്ള എല്ലാവരും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റയിലെ വീഡിയോസിലുള്ള എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും കൂടിയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഇറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോവാണ്. കാരണം വൈകിട്ട് 7 മണിക്കാണ് പ്രോഗ്രാം എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സമയം ഇപ്പം എൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. എനിക്കിനിപ്പോൾ വേഗം ഫിനുട്ടനെയും കൂട്ടിയിട്ട് പോകണം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരുങ്ങാൻ എടുത്തിട്ടുള്ള എന്താ പറയുക സൺസ്ക്രീന്, പിന്നെ അതുപോലെ കാജൽ, ലിപ്സ്റ്റിക്ക് എന്നുള്ള ഒരു 5 തരം പ്രൊഡക്റ്റുകളുണ്ട്. ഈ 5 തരം പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫർ റേറ്റിൽ വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് റിയയുടെ അടുത്ത ഒരു നിർണായക എപ്പിസോഡിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു.